ഉരുൾ ദുരിതത്തിൽ തകർന്ന വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാത്തതിനാൽ കടുത്ത ദുരിതത്തിലാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ. വാസയോഗ്യമെന്ന് അടയാളപ്പെടുത്തിയ പ്രദേശങ്ങളിൽ നിന്നുവരെ KSEB ഉദ്യോഗസ്ഥർ ഫ്യൂസ് ഊരിപ്പോയതായും ആക്ഷേപമുണ്ട്. ജലസേചന സൗകര്യമില്ലാതായതോടെ പ്രദേശത്തെ ഏക്കർ കണക്കിന് കൃഷിയും നാശത്തിന്റെ വക്കിലാണ്. ജൂലൈ 30-ന് ഉരുൾപൊട്ടിയതിനു പിന്നാലെ മുണ്ടക്കൈ മേഖല പൂർണ്ണമായും ചൂരൽമല മേഖല ഭാഗികമായും ഇരുട്ടിലാണ്. ജലസേചനം നിലച്ചതോടെ മേഖലയിലെ ഏക്കർ കണക്കിന് കൃഷിയും നാശത്തിന്റെ വക്കിലാണ്. ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം വാസയോഗ്യമെന്ന് അടയാളപ്പെടുത്തിയ പ്രദേശങ്ങളിൽ പോലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാതായതോടെ ജീവിതം വഴിമുട്ടിയ നിലയിലാണ് പ്രദേശവാസികൾ. എൻ്റെ കൃഷി കാപ്പിയാണ് മെയിനായിട്ട്. കൃഷി വൈദ്യുതി വെള്ളം അടിച്ചിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. പക്ഷേ താഴത്തെ കൃഷിയെല്ലാം ഒലിച്ചുപോയി. ഇവിടെ ഇപ്പോൾ 2 ഏക്കർ തോട്ടം ഞാൻ പാട്ടത്തിന് എടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെ നനയ്ക്കണമെങ്കിൽ വൈദ്യുതി വേണം. കാരണം എനിക്ക് ലൈൻ ഉണ്ടായതായിരുന്നു, പമ്പ് ഹൗസൊക്കെ ഉണ്ടായതായിരുന്നു. പക്ഷേ ആ ലൈൻ അനുവദിച്ച് തരികയാണെങ്കിൽ എനിക്ക് ആ കൃഷിയും കൂടി നോക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. എൻ്റെ ജീവിതമാർഗ്ഗമാണ്. അതിനുവേണ്ടി പീപ്പിൾ ഫൗണ്ടേഷൻകാർ എനിക്ക് വേണ്ട എല്ലാ ആനുകൂല്യം ചെയ്തു തന്നിട്ടുണ്ട്. കൃഷി ചെയ്ത് നനച്ചാലേ കൃഷി ഉണ്ടാവുള്ളൂ. പുതിയ തൈ വെക്കുമ്പോൾ നനയ്ക്കണം. നനച്ചാലേ എനിക്കിതിൽ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഉരുൾപൊട്ടലോടെ പുഴയുടെയും ഭൂമിയുടെയും ഘടന തന്നെ മാറിപ്പോയതിനാൽ വൈദ്യുതിയും മോട്ടോർ പമ്പ് സെറ്റും ഉപയോഗിച്ചല്ലാതെ ജലസേചനം സാധ്യമാകാത്ത നിലയിലാണ് ഇപ്പോൾ. 6 മാസമായി വൈദ്യുതി ഇല്ലാതായതോടെ തേയിലയും കാപ്പിയും ഏലവും അടക്കം മേഖലയിലെ പ്രധാന കൃഷികളെല്ലാം നശിക്കാൻ തുടങ്ങി. ദുരന്തം നടന്നിട്ട് ഇപ്പോൾ 6 മാസത്തിലധികമായി. പക്ഷേ ഇവിടെ എന്താ പറയുക, അടിസ്ഥാന സൗകര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ കാർഷിക മേഖല മുമ്പോട്ട് പോകണമെങ്കിൽ വേനൽക്കാലത്ത് വെള്ളം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് വേണ്ട പവർ സപ്ലൈ, അതായത് പമ്പ് ഹൗസ് ഉണ്ടായിരുന്നു, നമുക്കത് നഷ്ടപ്പെട്ടതാണ്. ഇതിൽ ഈ ലാൻഡ് സ്ലൈഡിൽ നഷ്ടപ്പെട്ടത്. അപ്പോൾ അത് പുനഃസ്ഥാപിച്ച് നമുക്ക് വെള്ളം നനയ്ക്കാനുള്ളൊരു സജ്ജീകരണങ്ങൾ ഉണ്ടാക്കി തരണം. കഴിഞ്ഞ ദിവസം കാട്ടാനയാക്രമണത്തിൽ ബാലൻ മരിച്ച അട്ടമലയടക്കം പ്രദേശത്ത് എവിടെയും തെരുവിളക്കുകൾ പ്രവർത്തിക്കാത്തത് വന്യമൃഗശല്യം ഇനിയും രൂക്ഷമാക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. വാസയോഗ്യമെന്ന് അടയാളപ്പെടുത്തുന്നെങ്കിൽ ജീവിക്കാനാവശ്യമായ സൗകര്യങ്ങളും ഒരുക്കണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. ക്യാമറ പേഴ്സൺ അനിൽ ബഷീറിനൊപ്പം ടി അനീസ് അലി, മീഡിയ 1, വയനാട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ടി അനീസ് അലി നൽകും. ടി അനീസ് അലി, ഒരു മനുഷ്യർ ദുരിതമനുഭവിച്ചതിന്റെ വേദനയിൽ നിന്ന് ഇതുവരെ അവർ പൂർണ്ണമായി മാറിയിട്ടില്ല. ഇപ്പോൾ ജീവിതം ഒന്ന് പച്ചപിടിക്കണമെന്ന ആഗ്രഹത്തോടെ ഉപജീവനത്തിനായി അവർ അവരുടെ നിത്യവൃത്തിയിലേക്ക് ഏർപ്പെടുമ്പോൾ അവരെ കൈയൊഴിയുന്ന അല്ലെങ്കിൽ അവരെ സഹായിക്കേണ്ടതിന് പകരം ദ്രോഹിക്കുന്ന ഒരു നിലപാടാണ് പലപ്പോഴും വകുപ്പുകൾ അവിടെ സ്വീകരിക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ, മറ്റു വിശദാംശങ്ങൾ? ഒരു ദിവസം രാത്രി നനച്ചിരിക്കാതെ ഉരുൾപൊട്ടിയ ദിവസം എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ്. അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. 6 മാസമായി ഈ ഉരുൾപൊട്ടലുണ്ടായി. 6 മാസം കഴിയുന്നു, 7 മാസമാവുന്നു. ആ ഒരു സമയത്ത് ഇവർ ഇപ്പോൾ അനുഭവിക്കുന്ന പലതരം പ്രതിസന്ധികളുണ്ട്. അതിലൊന്നാണ് വൈദ്യുതി ഇല്ലാത്തത്. വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് ജീവിതം വഴിമുട്ടിയ നിലയിലാണ്. ഈ പ്രദേശം നമുക്കറിയാവുന്ന പോലെ തന്നെ ഏക്കർ കണക്കിന് കൃഷി ഉണ്ടായിരുന്നു. തേയിലയായും ഏലമായും അതുപോലെ തന്നെ മറ്റ് പലതരം കൃഷികളുണ്ടായിരുന്നു. അതെല്ലാം നാശത്തിൻ്റെ വക്കിലാണ്. ഇപ്പോൾ വേനൽ കടുക്കുന്നു, മഴ ഇല്ലാതായിട്ട് കുറേ സമയമായി സ്പ്രിങ്കിൾ വർക്ക് ചെയ്യാനും ജലസേചനം നടത്താനും ഒന്നും അവർക്ക് കഴിയാത്തതുകൊണ്ട് ഈ കൃഷിയൊക്കെ ഇപ്പോൾ അവശേഷിക്കുന്ന ആളുകൾക്ക് തന്നെയും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കൃഷി അടക്കം, പിന്നെ ഇവിടെ കച്ചവട സ്ഥാപനങ്ങൾ ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. വാസയോഗ്യമെന്ന് അടയാളപ്പെടുത്തിയ പ്രദേശങ്ങളിൽ തന്നെയും അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് അടിസ്ഥാനമാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് വൈദ്യുതി. ഇപ്പോൾ ആളുകൾ അതിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ നിലവിൽ ഇവിടെ വൈദ്യുതി ഇല്ലാത്തൊരു കാരണം? നമ്മുടെ കച്ചവടങ്ങൾ ഒരു 6 മണിയാവുന്നതിന് മുമ്പ് കടകൾ അടയ്ക്കുക. ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് വൈകിട്ട് കച്ചവടം നടക്കാൻ പറ്റുന്നില്ല. പിന്നെ കൃഷി ആവശ്യം ഈ ജോൺ മത്തായി സാറ് കുറ്റി അടിച്ചാൽ പുറത്തുള്ളവർക്കും കൃഷി കറണ്ട് കൊടുക്കുന്നില്ല. വീട് വാസയോഗ്യം 2 സ്ഥലത്തുമില്ല, അതായത് പുറത്തും അകത്തുമില്ല. പിന്നെ മുണ്ടകയെ സംബന്ധിച്ച് ഇവിടെ എല്ലാം കൃഷി മേഖലയാണ്. അത് നനയ്ക്കാൻ ഇപ്പം ഭയങ്കര ചൂടായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥ മഴ അങ്ങോട്ട് മാറി ചൂടായി. ആ കൃഷി നനയ്ക്കാനോ വീട്ടാവശ്യത്തിനൊന്നും ഒരു കറണ്ടിന്റെ ഒന്നും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നേരത്തെ ബാലൻ എന്ന് പറഞ്ഞ ഒരാൾ കാട്ടാന ആക്രമണത്തിൽ മരിച്ചിരുന്നു. അദ്ദേഹത്തിന് അവിടെ മരിക്കാൻ വെച്ചാൽ തെരുവിളക്ക് അവിടെ ഇല്ല. ഇപ്പോഴും ഈ ഇതില്ലാത്തതുകൊണ്ട്, തെരുവിളക്കില്ലാത്തതുകൊണ്ട് ഇരുട്ടിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഭയങ്കര പ്രശ്നം. അവർ ഈ ആദിവാസികളാകുമ്പോൾ ഒരു 6-6 സാധനം വാങ്ങിയിട്ട് പോകുമ്പോൾ ഈ വൈക്ക് അവർ പോണ വൈക്ക് തന്നെ ആനുണ്ട്. കാരണം യാതൊരു രക്ഷയില്ല അവർക്ക്. അവരെ ഒരു കാണാനും പറ്റുന്നില്ല. ഈ ഇരുട്ടായതുകൊണ്ട് കാണാനും പറ്റില്ല. ആദ്യമൊക്കെ നല്ല ജനങ്ങളുണ്ടായതുകൊണ്ട്, കറണ്ട് ഉണ്ടായതുകൊണ്ട്
ശരിക്കും കണ്ടിരുന്നു. മമ്മലിക്ക, നിങ്ങൾ പിന്നെ MLA ആണ് നമ്മുടെ കട ഉദ്ഘാടനം ചെയ്തത്. എന്നെ MLA ആണ് കട ഉദ്ഘാടനം ചെയ്തത്. കാരണം കട എനിക്കിത് പോയതിൻ്റെ ശേഷം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ MLAയും മന്ത്രിമാരുമാണ് വന്നു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ഇവിടെ നിങ്ങൾ കടക്ക് കേട് വരുന്നത് കടലിൽ അകത്ത് പുള്ളാരി ചളി കയറി കേടുകൾക്ക് നന്നാക്കി അത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താ? ഇപ്പം നമ്മൾക്ക് അനുഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വൈദ്യുതിയാണ്. അതായത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ ഒരു ചായ കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ ടി അനീസ് അലിയാണ് അവിടെ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.